മധ്യപ്രദേശിലേക്കാണ്. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ അനധികൃതമായി പ്രവർത്തിച്ച അനാഥാലയത്തിൽ നിന്നും 26 പെൺകുട്ടികളെ കാണാതായി. ഗുജറാത്ത്, ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെയാണ് കാണാതായത്. അനാഥാലയ നടത്തിപ്പുകാർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേർന്നു. അച്യുതൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇതിന് അനുമതിയില്ല എന്ന കാര്യം വ്യക്തമാണ്. ഈ 26 പെൺകുട്ടികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ? സുഖയിൽ ഞെട്ടിക്കുന്ന വാർത്തയാണ് മധ്യപ്രദേശിൽ നിന്നും വരുന്നത്. 26 കുട്ടികളല്ല, അവിടെ ആകെ 68 പെൺകുട്ടികൾ ഉണ്ടായിരുന്നതിൽ 26 പെൺകുട്ടികളെയാണ് കാണാതായത്. 6 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെയാണ്. നിലവിൽ ഈ വിഷയത്തിൽ പോലീസ് ഇടപെട്ടുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ചിൽഡ്രൻസ് ഹോം നടത്തിപ്പുകാരനായ അതിൻ്റെ മാനേജറായ അനിൽ മാത്യുവിനെയാണ് മുഖ്യ പ്രതിയായി ചേർത്തിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് നടത്തിപ്പുകാരും ഈ പ്രതിയാക്കിക്കൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് ഈ ഭോപ്പാലിലെ പർവാലിയ സടക് പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ രാജസ്ഥാൻ, അതുപോലെ തന്നെ ജാർഖണ്ഡ്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ കുട്ടികളായിരുന്നു ഈ ഒരു ചിൽഡ്രൻസ് ഹോമിൽ പാർപ്പിച്ചിരുന്നത്. ഇതിൽ നിന്നാണ് 26 കുട്ടികളെ കാണാതായത്. ചിലർ ഈ കുട്ടികളുടെ വിവരം തിരക്കി എത്തിയതോടെയാണ് ഇത്തരമൊരു ക്രമക്കേട്, അതിൽ കുട്ടികൾ ഇവിടെ ഇല്ല എന്നുള്ളൊരു വിവരം അത് പുറം ലോകം അറിയുന്നത്. എന്തായാലും വിഷയം ഗൗരവകരമായി എടുത്തുകൊണ്ടാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ അനാഥാലയം പ്രവർത്തിച്ചിരുന്നത് ചട്ടങ്ങൾ പ്രകാരമായിരുന്നില്ല. ഒപ്പം തന്നെ ഇതിന് ലൈസൻസ് ഇല്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളും പോലീസ് ഈ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ കൂടി ഇടപെട്ടിരിക്കുകയാണ്. മധ്യപ്രദേശ് ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിട്ടുണ്ട്. എത്രയും വേഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണം നൽകാനാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോട് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും 26 പെൺകുട്ടികളെയാണ് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്നും ഇപ്പോൾ കാണാതായിരിക്കുന്നത്. സുഖേൻ, ശരി, അച്യുതനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വല്ലാതെ ഞെട്ടിക്കുന്ന, മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. 26 പെൺകുട്ടികൾ, അതും അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരു അനാഥാലയത്തിൽ നിന്ന് കാണാതായിരിക്കുന്നു. അവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ, നല്ലത് മാത്രം പ്രത്യാശിക്കുന്നു.